ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ചർച്ചയാണല്ലേ. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ഒരു വമ്പൻ വിജയം നേടിയെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഈ പറയുന്നതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട്? ആ കണക്കുകൾ ശരിക്കും എന്താ നമ്മളോട് പറയുന്നേ? വാ നമുക്കൊന്ന് കീറി മുറിച്ചു നോക്കാം. സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ തോന്നുക കേരളത്തിലൊരു കാവി തരംഗമങ്ങ് ആഞ്ഞടിച്ചു, ബി.ജെ.പി. ഇലക്ഷൻ തൂത്തുവാരി എന്നൊക്കെയാണ്. പക്ഷേ ശരിക്കും അതാണോ ഇവിടെ നടന്നത്? അപ്പോൾ ഈ വൈറലായിക്കൊണ്ടിരിക്കുന്ന വിജയവാദം ഉണ്ടല്ലോ, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് കണക്കുകൾ വെച്ച് തന്നെ ഒന്ന് പരിശോധിക്കാം. ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കഥയനുസരിച്ച് ഇതൊരു സാധാരണ വിജയമല്ല, ഇതൊരു ചരിത്ര വിജയമാണ്. കേരള രാഷ്ട്രീയത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ പോകുന്നൊന്ന്. ബി.ജെ.പിക്ക് മുന്നിൽ കേരളത്തിൻ്റെ ആ ഉരുക്കുകോട്ടയൊക്കെ തകർന്നു വീണു എന്നൊക്കെയാണ് പലരും എഴുതിവിടുന്നത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലെ ബഹളമൊക്കെ ഒന്ന് മാറ്റിവെച്ച് യഥാർത്ഥ റിസൾട്ട് ഒന്ന് എടുത്തു നോക്കിയാലോ? അപ്പോൾ കാണാം കണക്കുകൾ പറയുന്ന കഥ വേറെ ഒന്നാണ്. സത്യം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയത് ആർക്കാണെന്ന് അറിയാമോ? കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക്, അതായത് നമ്മുടെ UDF-നാണ്. ഈ ടേബിളിലേക്കൊന്ന് നോക്കിക്കേ. ഏറ്റവും ബേസിക് ലെവലിലുള്ള ഗ്രാമപഞ്ചായത്തുകൾ എടുത്താൽ UDF-ന് കിട്ടിയത് 504 എണ്ണം. അതേസമയം LDF-നോ 341. ഇനി NDA, അതായത് BJP മുന്നണിക്ക് കിട്ടിയത് വെറും 26 എണ്ണം മാത്രം. കണ്ടില്ലേ വ്യത്യാസം? മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലൊക്കെ നോക്കിയാലും ഏകദേശം ഇതേ ലീഡ് UDF-ന് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഏറ്റവും കൂടുതൽ സീറ്റ് UDF-നാണെങ്കിൽ പിന്നെന്തിനാണ് BJP-യുടെ പേരിൽ ഇത്ര വലിയൊരു ആഘോഷം നടക്കുന്നത്? എന്താ ഇതിൻ്റെ ഒരു കാരണം? അതിൻ്റെ ഉത്തരം ഇതാണ്. BJP-യുടെ ഈ ആഘോഷത്തിനെല്ലാം കാരണം ഒരൊറ്റ വിജയമാണ്. പക്ഷെ അതൊരു ചെറിയ വിജയമല്ല. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം കോർപ്പറേഷൻ, അത് ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് അവർ പിടിച്ചെടുത്തു. അതൊരു വളരെ വലിയൊരു പ്രതീകാത്മക വിജയമാണ് അവർക്ക്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിലെ യഥാർത്ഥ കഥയുണ്ടല്ലോ, അത് സീറ്റിൻ്റെ എണ്ണത്തിലല്ല ഒളിഞ്ഞിരിക്കുന്നത്. അത് വോട്ട് ഷെയറിലാണ്, വോട്ട് വിഹിതത്തിലാണ്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. സീറ്റുകളുടെ എണ്ണം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ആര് ഭരിക്കുമെന്ന്. പക്ഷേ വോട്ട് ഷെയർ, അതായത് വോട്ട് വിഹിതത്തിൻ്റെ ശതമാനം നോക്കുമ്പോഴാണ് ജനങ്ങളുടെ മനസ്സ് എങ്ങോട്ടാണ് മാറുന്നത്, രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥ ദിശ എങ്ങോട്ടാണെന്ന് നമുക്ക് പിടികിട്ടുക. അതുകൊണ്ട് നമുക്ക് ആ വോട്ട് വിഹിതത്തിൻ്റെ കണക്കുകളിലേക്കൊന്ന് പോകാം. ഇത് നോക്കൂ. ഇപ്പോൾ ഭരിക്കുന്ന LDF, അതായത് ഇടതുപക്ഷ മുന്നണിക്ക് അവരുടെ വോട്ട് ഷെയറിൽ ഏകദേശം 8% ഒരു വമ്പൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമായൊരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ സൂചനയാണല്ലേ? അപ്പോൾ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. LDF-ൽ അസംതൃപ്തരായ ഈ 8% വോട്ടർമാർ സ്വാഭാവികമായും അവർ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? പ്രധാന പ്രതിപക്ഷമായ UDF-നല്ലേ? എന്നാൽ അതാണോ ഇവിടെ സംഭവിച്ചത്? നമുക്ക് നോക്കാം. ഇല്ല. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഞെട്ടിക്കുന്ന, ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. LDF-ന് നഷ്ടപ്പെട്ട ആ 8% വോട്ടുകൾ കോൺഗ്രസ് നയിക്കുന്ന UDF-ന് കിട്ടിയിട്ടേയില്ല. പകരം ആ വോട്ടുകൾ നേരെ പോയത് BJP-യിലേക്കാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ LDF ദുർബലമാകുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുന്നത് കോൺഗ്രസിനല്ല, മറിച്ച് BJP-ക്കാണ്. ഇത് കേരള രാഷ്ട്രീയത്തിലെ വളരെ നിർണായകമായൊരു മാറ്റമാണ്. അതായത് കേരളത്തിൽ കാലാകാലങ്ങളായി നമ്മൾ കണ്ടുവരുന്ന ആ ഒരു ഇരുമുന്നണി രാഷ്ട്രീയമുണ്ടല്ലോ, LDF, UDF, അതിനിടയിലേക്കൊരു മൂന്നാമത്തെ ശക്തിയായി BJP വരുന്നത് ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കും. കേരള രാഷ്ട്രീയം ഒരു ത്രികോണ മത്സരത്തിലേക്ക് മാറുകയാണ്. നോക്കൂ, BJP-യുടെ ഈ മുന്നേറ്റം ഒരു മൂന്നാം ശക്തിയായിട്ടങ്ങ് ഉറച്ചാൽ 2026 വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു തൂക്കുസഭ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം 140 സീറ്റിൽ 71 വേണം ഭരിക്കാൻ. BJP-ക്ക് ഒരു 20-22% വോട്ട് കിട്ടിയാൽ തന്നെ അവർക്കൊരു 25-30 സീറ്റ് വരെ നേടാൻ കഴിഞ്ഞേക്കും. അങ്ങനെ വന്നാൽ പിന്നെ LDF-നോ UDF-നോ ഒറ്റയ്ക്ക് 71 എന്ന മാന്ത്രിക സംഖ്യയിലെത്താൻ ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരില്ല. ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കണം. ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ BJP-ക്ക് വേരുറപ്പിക്കാൻ ഏറ്റവും പാടുപെട്ട സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. എന്തുകൊണ്ടായിരുന്നു അത്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കേരളത്തിൻ്റെ ഒരു പ്രത്യേക ജനസംഖ്യാ ഘടന തന്നെയാണ്. ഇവിടെ ഹിന്ദുക്കൾ 54%ആണെങ്കിലും ഏകദേശം 46% വരുന്ന മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടർമാരുണ്ട്. ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ എപ്പോഴും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്തുന്നു. അതുമാത്രമല്ല കേട്ടോ, കേരളത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു ഇടതുപക്ഷ ചിന്താഗതിയുണ്ട്. പിന്നെ പതിറ്റാണ്ടുകളായി മാറി മാറി ഭരിക്കുന്ന ഈ ഇരുമുന്നണി സംവിധാനം, ഇതൊക്കെ BJP-യുടെ വളർച്ചയ്ക്ക് എപ്പോഴും ഒരു തടസ്സമായിരുന്നു. ഇനി ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിൽ വളരെ രസകരമായൊരു ഉപകഥ കൂടി നടക്കുന്നുണ്ട്. അത് കോൺഗ്രസിലെ ഏറ്റവും പ്രശസ്തനായ ഒരു നേതാവിനെ ചുറ്റിപ്പറ്റിയാണ്. BJP അവരുടെ ആ വലിയ പ്രതീകാത്മക വിജയം നേടിയത് എവിടെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ? തിരുവനന്തപുരത്ത്. അത് മറ്റാരുടെയും മണ്ഡലമല്ല,
സാക്ഷാൽ ശശി തരൂരിന്റെ സ്വന്തം തട്ടകമാണ്. ഇത് കാര്യങ്ങൾ ഒന്നുകൂടി കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ശശി തരൂർ പാർട്ടി നേതൃത്വവുമായി അത്ര നല്ല ബന്ധത്തിലല്ല എന്നുള്ള സംസാരം വളരെ ശക്തമാണ്. അതിന് ശക്തി പകരുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്ത പ്രധാനപ്പെട്ട 3 മീറ്റിംഗുകളിൽ നിന്ന് വരെ അദ്ദേഹം വിട്ടുനിന്നു. എല്ലാത്തിനും മുകളിലായി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബിജെപിയുടെ വിജയത്തെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കി. സ്വന്തം മണ്ഡലത്തിലെ എതിരാളികളുടെ വിജയത്തെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമെന്നൊക്കെ വിശേഷിപ്പിച്ചത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരുപാട് പേരെ ഞെട്ടിച്ചുളിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് 2 മുഖങ്ങളുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തന്ത്രപരമായ വിജയമാണ്, കുറേ തോൽവികൾക്ക് ശേഷം കിട്ടിയൊരാശ്വാസം. എന്നാൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു താൽക്കാലിക വിജയമല്ല. ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ ഇതൊരു നിർണായകമായ തന്ത്രപ്രധാനമായൊരു മുന്നേറ്റമാണ്. കേരളമെന്ന ഉരുക്കുകോട്ടയിൽ അവർക്കൊരു കാൽവെക്കാൻ പറ്റിയിരിക്കുന്നു. അപ്പോൾ ഈ ഫലങ്ങൾ കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ യുഗത്തിനാണോ തുടക്കം കുറിക്കുന്നത്? അതോ ഇതെല്ലാം ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ ശശി തരൂരിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചില സൂചനകളാണോ നമുക്ക് നൽകുന്നത്? എന്തായാലും വരും ദിവസങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായിരിക്കും. കാത്തിരുന്ന് കാണാം.